ആ ധാന്യത്തിന്റെ കൂട്ടത്തിൽ ഒരു ഉറുമ്പിനെ കണ്ടു. ആ ഉറുമ്പിന്റെ നാടും വീടും കുടുംബവും കൂട്ടുകാരെയും നഷ്ടപ്പെട്ടില്ലേ, ഞാൻ എന്റെ റബ്ബിനോട് എന്തു മറുപടി പറയും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വളരെ ദൂരം യാത്ര ചെയ്ത് തിരിച്ചു വരികയാണ്. നാട്ടിലെത്തി. ദൂരയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അങ്ങകലെ മറ്റൊരു നാട്ടിൽ നിന്ന് വാങ്ങിയ ധാന്യങ്ങൾ കയ്യിലുണ്ട്. ഭക്ഷണത്തിന് ആവശ്യമായത് കയ്യിൽ കരുതിയതാണ്. വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോൾ ആ ധാന്യത്തിന്റെ കൂട്ടത്തിൽ ഒരു ഉറുമ്പിനെ കണ്ടു. മഹാനായ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സൊന്ന് പിടച്ചു. റബ്ബേ, വളരെ ദൂരെയുള്ള ഇന്നാലിന്റെ നാട്ടിൽ നിന്ന് ഞാൻ ധാന്യം വാങ്ങിയപ്പോൾ ആ ധാന്യത്തിൽ പെട്ടുപോയ ഈ ഉറുമ്പ്, ആ ഉറുമ്പിന്റെ നാടും വീടും കുടുംബവും കൂട്ടുകാരെയും നഷ്ടപ്പെട്ടില്ലേ, ഞാൻ എന്റെ റബ്ബിനോട് എന്തു മറുപടി പറയും? വല്ലാത്ത വിഷമത്തിലായി. വേറെ ഒന്നും ചിന്തിച്ചില്ല. തിരിച്ച് ദൂരെയുള്ള ആ നാട്ടിലേക്ക് മടങ്ങുകയാണ്. അവിടെ ചെന്ന് ആ ഉറുമ്പിനെയും ആ ധാന്യങ്ങളും അവിടെ തിരിച്ചേൽപ്പിച്ച് മഹാനവറുകൾ തിരിച്ചു പോരുകയാണ്. പ്രിയമുള്ളവരെ, അന്യന്റെ വസ്തുക്കൾ, വീടും പറമ്പും സ്ഥലവും മറ്റു വസ്തുക്കളും നമുക്കർഹതപ്പെട്ടതല്ലാത്ത ഒന്നും നാം കൈവശപ്പെടുത്തരുത്. ഒരാളുടെയും അർഹതയില്ലാത്ത മുതല് നമ്മുടെ പക്കൽ വന്ന് നമ്മുടെ ആഖിറ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒന്നും നമ്മൾ സമ്പാദിക്കാൻ പാടില്ല.